കിച്ചൺ ഡ്യൂട്ടി ടൈമിൽ അത് ചെയ്യാതെ ജാസ്മിനോട് പിന്നെയും പോയി പുറത്തെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സീക്രട്ട് ഏജന്റ് എന്നല്ല, സീക്രട്ട് ഏജന്റിന്റെ പേര് ഇനി ജാസ്മിൻ ഏജന്റ് എന്ന് തന്നെ പറയാം. ജാസ്മിൻ ഏജന്റ് അവിടെ ഇരിക്കുകയായിരുന്നു. ബിഗ് ബോസ് താക്കീത് നൽകിയിട്ടും വീണ്ടും പുറത്തെ കാര്യങ്ങൾ ജാസ്മിനുമായി സായി പങ്കുവെക്കുന്നു. സായി ബിഗ് ബോസിനകത്ത് പോയത് തന്നെ ജാസ്മിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പുറത്തെ പ്രേക്ഷകരുടെ വ്യൂ എന്താണെന്നും ഏത് രീതിയിലാണ് പ്രേക്ഷകർ ഷോ കണ്ടുകൊണ്ടിരിക്കുന്നുവെന്നും എല്ലാ കാര്യങ്ങളും സായി വീണ്ടും ജാസ്മിനോട് പറയുന്നുണ്ട്. അങ്ങനെ സായി ജാസ്മിനുമായി സംസാരിച്ചിരിക്കുമ്പോൾ ജിൻഡോ കടന്നു വരുന്നു. കിച്ചൺ ഡ്യൂട്ടി സമയത്ത് ബാക്കി എല്ലാവരും അവിടെ ജോലി ചെയ്യുമ്പോൾ സായിക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്ന് ജിൻഡോ ചോദിക്കുന്നു. ജിൻഡോ ഇത് ചോദിക്കാൻ ചെല്ലുമ്പോൾ ജിൻഡോയോട് കയർത്ത് കയറുന്ന സായിയാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് സംസാരിച്ചാൽ എന്താ, എനിക്ക് ഈ വീട്ടിൽ സംസാരിക്കാൻ അവകാശമില്ലേ, ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ സായി പറയുന്നുണ്ട്. മറ്റുള്ളവർ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രം മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. അപ്പൊ ജാസ്മിൻ ഇടയ്ക്ക് കയറി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടാണ്, എന്നോടൊരു പരാതി പറയാൻ വന്നതാണ്, എന്നോടൊരു കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എത്ര കൂളായിട്ടാണ് ജാസ്മിൻ നുണ പറയുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും കൂടുതൽ നുണ പറയുന്ന ആളാണ് ജിൻഡോ എന്ന് എല്ലാവരും ചേർന്ന് മുദ്ര കുത്തിയിരുന്നു. ശരിക്കും ആ പദവി കൊടുക്കേണ്ടത് ജാസ്മിൻ അല്ലേ? ഞാൻ ക്യാപ്റ്റനോട് ഒരു പരാതി പറയാൻ വന്നതാണ്, എനിക്ക് പരാതി പറയാൻ എന്താ അവകാശമില്ല എന്നൊക്കെ ചോദിക്കുന്നു. ഇതിനുശേഷം അവിടെ വലിയ ആളാവാൻ നോക്കുന്നുണ്ട് ജാസ്മിൻ. ഞാൻ ക്യാപ്റ്റനാണ്, എനിക്ക് എന്തുമാവാം, ഞാൻ വിളിക്കുന്ന ആളുമായി എനിക്ക് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. അവിടെ ക്യാപ്റ്റനായ ജാസ്മിൻ പവർ ടീമിലെ ഒരു അംഗത്തെ പോലെയാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജാസ്മിൻ ജിൻഡോയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാണ് ഇത് ചോദിക്കാനായിട്ട്, സായിബ്രോ വരൂ, നമുക്ക് വീണ്ടും സംസാരിക്കാമെന്ന്.